അപ്പൊ അങ്ങനെ ആ നബിയെ പിന്തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭ്യമാകും. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. റബ്ബിന്റെ ഇഷ്ടം വേണമെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണേ എന്ന് പറയുമ്പോ ആ നബിയാണ് ഈ ലോകത്ത് വന്നത് ആദ്യമായി. അഥവാ അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിക്കുമ്പോ ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്നത് റബ്ബ് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറിനെയാണ്. മിൻ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ ലോകത്താദ്യമായി ആ മുത്തനബിയുടെ പ്രകാശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രകാശത്തിൽ എന്നാണ് പിന്നെ ഈ സർവചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത്. ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ഈ ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചത്, എല്ലാം റബ്ബ് പിന്നെ സൃഷ്ടിച്ചത് ആ നബിയുടെ പ്രകാശത്തിൽ നിന്നാണ്. ആദ്യം വന്നത് അല്ലാഹുവിന് ശേഷം റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് നബിയുടെ പ്രകാശത്തെയാണ്. ഒരു യാഥാർത്ഥ്യം